പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ വചനം അയച്ച് ഞങ്ങളെ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. ഈ നിമിഷം അവിടുന്ന് ഞങ്ങളോട് പറയുന്ന വചനത്തിൻ്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 49 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് വചനം ഒന്ന് കേൾക്കാം. അവൻ പെട്ടെന്ന് യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരോ സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പോൾ അവൻ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു. യൂദാസ് ചുംബനം കൊണ്ട് ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ കേട്ടത്. 3 വർഷക്കാലം യേശുവിൻ്റെ കൂട്ടത്തിൽ നടന്ന് യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ പ്രവർത്തനവും എല്ലാം കണ്ട് മനസ്സിലാക്കിയവനാണ് യൂദാസ്. പരിശുദ്ധമായ വിളിയാൽ അവനെ കർത്താവ് വിളിച്ച് തൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് ചേർക്കുകയും ചെയ്തിരുന്നു. വെറുതെ ഒരു വിളി ആയിരുന്നില്ല യൂദാസിനെ കർത്താവ് വിളിച്ചത്. ഈ വിളിയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തന്നെ നമ്മൾ യാത്രയാകണം. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, രാത്രിയുടെ നീണ്ട യാമങ്ങൾ മുഴുവനും പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് യേശു യൂദാസിനെ തിരഞ്ഞെടുക്കുന്നത്, യൂദാസിനെ വിളിക്കുന്നത്. അത്രയും ഒരു ഹൃദയടുപ്പം യൂദാസിനോട് യേശുവിന് ഉണ്ടായിരുന്നു. ഈ യൂദാസാണ് യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുക. യേശുവിൻ്റെ അടുത്ത് യേശുവിനെ ചുംബിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ യൂദാസിനോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് വന്നത്? അതൊരു ഭയങ്കരമായ ഒരു ചോദ്യമാണ്. ചുംബനം കഴിഞ്ഞാണ് ഈശോ യൂദാസിനോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് വന്നത്? വാസ്തവത്തിൽ നമ്മൾ ഈ തിരുവചന ഭാഗം ധ്യാനിച്ചു വരുമ്പോൾ നമ്മൾക്ക് പിടികിട്ടുന്ന ഒരു കാര്യമുണ്ട്. പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം ആ പ്രവൃത്തി അനുഭവിച്ച ഈശോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് വന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ തുടുപ്പുകളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഇനിയും ഈ സമയമെങ്കിലും യൂദാസിന് പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം ഈശോ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവനോട് ചോദിച്ചത്, നീ എന്തിനാണ് വന്നത് എന്ന്. നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ഇങ്ങനെ തന്നെയാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നത്. നമ്മളുടെ ദൈവഹിതപ്രകാരമല്ലാത്ത ഓരോ പ്രവൃത്തികളും നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും ഒക്കെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിനാണ് വന്നത്? ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി നമ്മളെ ഒന്ന് മാനസാന്തരത്തിലേക്ക് നയിക്കാനും പശ്ചാത്താപത്തിലേക്ക് നയിക്കാനും തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അപ്രകാരം ഒരു ചോദ്യമാണ് യൂദാസിനോട് ഈശോ ചോദിക്കുന്നത്. വാസ്തവത്തിൽ ചരിത്രം മുഴുവനും രക്ഷകന് വേണ്ടി കാത്തിരുന്നതാണ്. ഈ കാത്തിരിപ്പിൻ്റെ പരിണിതഫലമായിരുന്നു യേശു ക്രിസ്തു. ഈ ക്രിസ്തുവിൻ്റെ അനുയായിയാകുവാൻ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവനായിരുന്നു യൂദാസ്. അപ്പോൾ അവൻ്റെ ഈ പ്രവൃത്തിക്ക് വളരെ വലിയ കാഠിന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു നൊമ്പരത്തോടു കൂടെയാണ് ഈശോ അവനോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് വന്നത് എന്ന്. ദൈവത്തിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും മുൻപും ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ എന്താണ് ചെയ്തത്? നീ എന്തിനാണ് വന്നത്? നീ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ ചോദ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അലതല്ലുകയാണെങ്കിൽ ഒരുപാട് പ്രവൃത്തികൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് എന്നോട് പങ്കുവച്ച ഒരു അനുഭവം. ആ സഹോദരിയുടെ പേരപ്പൻ്റെ മൃതസംസ്കാരത്തിന് തൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. രാത്രി മുഴുവനും ആ വീട്ടിലിരുന്നു. കുഞ്ഞിനെ കട്ടിലിൽ കിടത്തി ഉറക്കി വീണ്ടും തിരിച്ചു വന്നിരുന്ന് ഈ സഹോദരി ജപമാലയൊക്കെ ചൊല്ലി കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 1:30 ആയപ്പോഴേക്കും ഒന്ന് മുറിയിലേക്കൊന്ന് കയറിപ്പോകാനൊരു പ്രേരണ കിട്ടി. അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് ചെന്നപ്പം പരിചയമുള്ള അവരുടെ തന്നെ ഒരു ബന്ധു ഈ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ ഉമ്മ വയ്ക്കുന്നത് ഈ സഹോദരി കാണുകയാണ്. അപ്പോൾ ചോദിച്ചു, നീ എന്താ ഇവിടെ? പറഞ്ഞു, ഞാൻ കൊച്ചിനെ ഒന്ന് കാണാമെന്നോർത്ത് കയറി വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ
സംഭവം അങ്ങ് നടന്നു. നേരം വെളുത്ത് കുഞ്ഞ് ഉണർന്നു. കുഞ്ഞിനെ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് കൊച്ചിൻ്റെ കാലിൽ കാത്തള ഇല്ല. അപ്പോൾ ഈ സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലായി ഇദ്ദേഹം ഈ കാത്തള എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ മുറിയിൽ കയറിയതെന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഭർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഈ സഹോദരി നമ്മുടെ ഈ സഹോദരനെ തപ്പി ആ മുറ്റത്തൂടെയൊക്കെ നടന്നു. അങ്ങനെ അവസാനം അയാളെ കണ്ടെത്തി. അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ നിന്ന് നീ ഊരിയെടുത്ത ആ കാത്തള തിരിച്ചു തരണം. എൻ്റെ അപ്പൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇല്ലാത്ത പണം ഉണ്ടാക്കി എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ വാങ്ങിയിട്ടതാണ്. നീ എനിക്കത് തിരിച്ചു തന്നേ പറ്റൂ. അപ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പമ്മിക്കളിച്ചു. നേരെ പറയാനായിട്ടുള്ള ഒരു വൈമുഖ്യം. ഈ സ്ത്രീ വീണ്ടും വീണ്ടും പറഞ്ഞു, നീ എന്തിനാ ഈ പ്രവൃത്തി ചെയ്തത്? എനിക്കത് തിരിച്ചു തന്നേ പറ്റൂ. നീ എന്തിനാ ഈ പ്രവൃത്തി ചെയ്തത്? നീ എനിക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ. ഇദ്ദേഹം അല്പസമയത്തിൻ്റെ വർത്തമാനത്തിന് ശേഷം ഇദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അത്യാവശ്യ കാര്യം വന്നതുകൊണ്ട് ഞാൻ എടുത്തതാണ്, നീ അത് കണ്ടോ? ഞാനാ എടുത്തെന്ന് കണ്ടോ? മനസ്സിലായി. ഈ സഹോദരി പറഞ്ഞു, എനിക്ക് മനസ്സിലായി നീയാണ് അത് എടുത്തതെന്നുള്ള കാര്യം. അങ്ങനെ അധികം പിടിവലിക്കാനൊന്നും പോയില്ല. ഈ കാത്തള പോക്കറ്റിൽ നിന്നെടുത്ത് ഈ സഹോദരിയുടെ കരങ്ങളിൽ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോരോ ജീവിത നിമിഷങ്ങളിൽ എന്തെല്ലാം പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. അത് കണ്ടിരുന്നത് കൊണ്ട് സംശയം തോന്നിയത് കൊണ്ട് ചേച്ചി പറഞ്ഞു, ആ കാത്തള എൻ്റെ കൊച്ചിൻ്റെ കാലിൽ കിടന്നത് തിരികെ തന്നാലും എന്നുള്ള കാര്യം. കർത്താവിനെ നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തികളിലൂടെയും ഇതുപോലെ ഒറ്റിക്കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തത് അവൻ്റെ പേരിന് വേണ്ടിയിട്ടും നിലനിൽപ്പിന് വേണ്ടിയിട്ടും സമ്പത്തിന് വേണ്ടിയിട്ടുമൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ യൂദാസിനെ പോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മളും യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. ഈ ഒറ്റിക്കൊടുക്കലിൽ ഈശോ വേദനയോടുകൂടെ നമ്മളോട് ചോദിക്കുന്നുമുണ്ട്, നീ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം. യേശു ഈ സംഭവത്തിന് യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈശോ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തതാണ്, ഒരു താക്കീത് കൊടുത്തതാണ്. ഉണർന്നുള്ള പ്രാർത്ഥനയില്ലെങ്കിൽ നീ ഇപ്രകാരമുള്ള വലിയ പാപത്തിലേക്ക് വീഴും എന്നുള്ള കാര്യം ഈശോ അറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അതനുസരിക്കാനായിട്ട് സാധിച്ചില്ല. അതിനുവേണ്ടി സമയം കൊടുക്കാനായിട്ട് അവൻ മുതിർന്നില്ല. അതുകൊണ്ട് എന്തേ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് അവൻ മുൻപോട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും തിന്മയായിട്ടുള്ള പ്രവൃത്തികളിൽ പെടാതിരിക്കുവാൻ യേശു ഓരോ നിമിഷവും നമുക്കെല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈ പ്രാർത്ഥന എന്ന് എപ്പോൾ എവിടെ വെച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതായിത്തീരുന്നോ അന്ന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യും. ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെ, കൂടപ്പിറപ്പുകളോടാണെങ്കിൽ അങ്ങനെ, ഏതെല്ലാം രീതിയിൽ നമുക്ക് സാധ്യതകൾ നമ്മുടെ കൺമുൻപിൽ തെളിഞ്ഞു വരുന്നോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 23-24 തിരുവചനങ്ങളിൽ യേശു പറഞ്ഞു വെച്ചത്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണാനായിട്ട് അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും ആഗ്രഹിച്ചു, എന്നാൽ കണ്ടില്ല, അവരത് കേട്ടുമില്ല. അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും കാണാനും കേൾക്കാനും ആഗ്രഹിച്ചത് നിങ്ങൾ കണ്ടു എന്ന് ഈശോ തൻ്റെ ശിഷ്യ സമൂഹത്തെ നോക്കി പറയുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിൽ ഒരാളാണ് ഞാനും നീയും എന്നുള്ള കാര്യം വിസ്മരിക്കേണ്ടതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു സമൂഹത്തിലേക്ക്, യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾക്ക് ഒരുപാട് ഭാഗ്യം ഇന്നു വരെയുള്ള ജീവിതം കൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവിടുത്തെ കാണാൻ, വിശുദ്ധ കൂദാശകളിലൂടെ കർത്താവിനെ കാണാൻ, തിരുവചനത്തിലൂടെ അവിടുത്തെ അനുഭവിക്കുവാൻ, തിരുവചനത്തിലൂടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാൻ ഒരുപാട് ഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മരിച്ച വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ അമ്മച്ചിയുടെ ശവശരീരത്തിന് അരികിരിക്കുന്ന അപ്പച്ചനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അപ്പച്ചൻ എന്നോട് സ്നേഹപൂർവ്വം പറഞ്ഞു, സിസ്റ്ററെ,
എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തിട്ട് അവൾ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയേക്കുന്നത്. ഭാഗ്യമുള്ളവളാണിവൾ. ഭാര്യയെ നോക്കിക്കൊണ്ട് ഭർത്താവ് പറയുകയാണ്, ആ മൃതശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, കണ്ണ് ഈർന്നണിഞ്ഞിട്ടുണ്ട്, ഇവൾ ഭാഗ്യമുള്ളവളാണ്. ഞാൻ ചോദിച്ചു, എന്തേ അപ്പച്ച? പറഞ്ഞു, 6 മക്കളെ ഞങ്ങൾ വളർത്തി വലുതാക്കി, എൻ്റെ ഒപ്പം നിന്നു, ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പങ്കിട്ടു. നോക്ക്, ഇതുപോലെയുള്ള ഓരോരോ അനുഭവങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. അനേകർ കാണാൻ ആഗ്രഹിച്ചത് നമ്മളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, അനേകർ കേൾക്കാനായിട്ട് ആഗ്രഹിച്ചത് കേൾക്കാനായിട്ടുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗ്യത്തിനെല്ലാം അകത്ത് നിന്നുകൊണ്ടാണ് നമ്മളുടെ പ്രവൃത്തികൾ വഴി നമ്മൾ ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നത്, സഹോദരങ്ങളെ ഒറ്റിക്കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരൻ പറഞ്ഞു, ചേട്ടനും അനുജനും കൂടെ തമ്മിലുള്ള വസ്തു തർക്കത്തിൽ ഇവർ കോടതിയിൽ പോയി, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ചേട്ടൻ അനുജനെ നോക്കിക്കൊണ്ട് കോടതിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യം ഈ സഹോദരൻ എന്നോട് പറഞ്ഞു. ചേട്ടൻ അനുജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എൻ്റെ ആരുമല്ല. ഈ സഹോദരനെ സംബന്ധിച്ച് അത് വലിയ വിഷമമായി, വലിയ സങ്കടമായി. നീ എൻ്റെ ആരുമല്ല. സ്വന്തം രക്തബന്ധത്തെ നോക്കിക്കൊണ്ട് സ്വന്തം രക്തം പറയുകയാണ്, നീ എൻ്റെ ആരുമല്ല. ഇതൊരു വലിയൊരു സങ്കടമാണ്. ഈ സഹോദരൻ പറയുകയാണ്, എൻ്റെ സ്വന്തം സഹോദരൻ തന്നെ സിസ്റ്ററെ എന്നെ ഒറ്റിക്കൊടുത്തു, അല്ല എന്നെ തള്ളിപ്പറഞ്ഞു. അത് വലിയൊരു ദുഃഖമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സഹോദരങ്ങളാൽ തള്ളിപ്പറയപ്പെടുന്നത് വലിയ ദുഃഖമാണ്. തൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് ചേർത്ത് വെച്ച യൂദാസ് ചെയ്ത അതേ പ്രവൃത്തി മറ്റൊരു മാനത്തിലൂടെ നമ്മളിന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരൊറ്റ കാര്യം ഈശോ നമ്മോട് പറയുന്നുള്ളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈ സ്നേഹത്തിൻ്റെ കുറവുള്ളിടത്ത് ഒറ്റിക്കൊടുക്കലുകൾ ഒരുപാട് പ്രാവശ്യം വന്ന് വീഴാനായിട്ടുള്ള സാധ്യതകൾ കൺമുൻപിൽ കണ്ടുകൊണ്ടാണ് യേശു സംസാരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ സ്നേഹം മറ്റെല്ലാ പ്രവൃത്തികളെയും മൂടിക്കളയും. സ്നേഹമില്ലാതെ പോയി കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് നമ്മൾ കടന്നു പോവുക. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം ശ്രദ്ധേയമാണ്. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്ന വാക്കുകളാണിത്. ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവന്ന ഓരോ വഴികളും തൻ്റെ ജനത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ട് മോശ അവരോട് പറയുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം, നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കണം, ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കണം. ദൈവം തന്ന ജീവിത അനുഭവങ്ങളെ വിസ്മരിക്കരുത് എന്നാണ് തിരുവചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുക. കടന്നു വന്ന വഴികൾ മറക്കുന്നവൻ വളരെ പെട്ടെന്ന് തന്നെ യേശുവിനെ ഒറ്റിക്കൊടുക്കാനും സഹോദരങ്ങളെ ഒറ്റിക്കൊടുക്കാനും അവൻ പെട്ടെന്ന് തന്നെ മുതിരും. കടന്നു വന്ന വഴികൾ മറക്കരുത് എന്ന് ഇസ്രായേൽ ജനത്തോട് മോശ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒറ്റിക്കൊടുക്കാനും ഒറ്റപ്പെടുത്താനുമായിട്ട് വെമ്പൽ കൊള്ളുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ്. ഈ ഒരു സംസ്കാരത്തിലാണ് ഒറ്റിക്കൊടുക്കുന്നവനെയും ഒറ്റപ്പെടുത്തുന്നവനെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ മാഹാത്മ്യം അടങ്ങിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഒറ്റപ്പെടുന്ന അനേകരുണ്ട്, അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ഒന്ന് നമ്മുടെ ചങ്കോട് ജീവിതത്തോട് ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ യേശു സ്നേഹിച്ചതുപോലെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുവാനായി നമുക്ക് സാധിക്കും. യേശു അപ്രകാരം യൂദാസിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് യേശു യൂദാസിനോട് ചോദിച്ചത്, നീ എന്തിനാ വന്നത്? നീ എന്തിനാ വന്നത്? അവസാന നിമിഷം പോലും പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും മാടി വിളിക്കുന്ന ഗുരുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആഴം ഇവിടെ നമ്മൾ കാണുകയാണ്. വലിയ സ്നേഹത്തിൻ്റെ ആഴം. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടിട്ട് 1 മാസത്തോളം മിണ്ടാതെ നടക്കുകയാണ് ഇവർ രണ്ടുപേരും. അവരുടെ വീട്ടിൽ 3 ചെറിയ മക്കളുണ്ട്. അതിൽ മൂത്ത കുഞ്ഞ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്.
പപ്പയും മമ്മിയും കൂടെ തമ്മിൽ മിണ്ടിയിട്ട് ഒരു മാസക്കാലമായി. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ഈ കുഞ്ഞ് പറയുകയാണ്, പപ്പയും മമ്മിയും തമ്മിൽ മിണ്ടാത്തത് കൊണ്ട് വീട്ടിലൊരു സുഖമില്ല, ഒരു സന്തോഷമില്ല. ഒരു ദിവസം ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടെ മിണ്ടിക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്തു സിസ്റ്ററെ, പക്ഷേ അവർ തമ്മിൽ മിണ്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ കൂടുതൽ മിണ്ടാതെ നടക്കുന്നത്? ഉടനെ കുഞ്ഞ് പറയുകയാണ്, എടുത്തു വായി പറയാം, രണ്ടുപേരും യുവദാസുമാരാണ്. രണ്ടുപേരും യുവദാസുമാരാണ്. പപ്പയും അതെ, മമ്മി അതെ. ആരും താഴാനായിട്ട് റെഡിയാകുന്നില്ല. താഴാൻ റെഡിയാകാത്തിടത്ത്, വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സാകാത്തിടത്ത് അവിടെ തിന്മയാണ് വിജയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പൗലോസ്ലീഹ തൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച നാളുകളിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം വളർച്ച പ്രാപിക്കുന്നോടം വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നുള്ള കാര്യം. അപരനിൽ ക്രിസ്തു രൂപപ്പെടുവാൻ നമ്മളുടെ നല്ല പ്രവൃത്തികൾ നിദാനമാകുന്നോടം വരെയും പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നുള്ള കാര്യം. മറ്റുള്ളവരെ അപരനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുവാൻ ദൈവം നമുക്ക് തരുന്ന എല്ലാ അവസരങ്ങളും അതിൻ്റെ മാക്സിമത്തിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് റെഡിയാകുമ്പോഴാണ് ശിഷ്യത്വം പൂർണ്ണമാകുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ശിഷ്യത്വത്തിലേക്കുള്ള വിളി ലഭിച്ച ഞാനും നിങ്ങളും ക്രിസ്തു ശിഷ്യരാണ് എന്ന് പറഞ്ഞ് അഭിമാനിച്ചാൽ മാത്രം പോരാ. ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുന്ന രീതിയിലുള്ള അനുതാപത്തിൻ്റെയും ക്ഷമയുടെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടേതുമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ അവർ ഈ ശിഷ്യത്വത്തിലേക്ക് വളരുകയുള്ളൂ. അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള വിളിയാണ് കർത്താവ് നമുക്ക് തന്നേക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 27-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സിംഹം ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ പാപം പാപിയെ കാത്തിരിക്കുന്നു. സിംഹം ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ പാപം പാപിയെ കാത്തിരിക്കുന്നു. നോക്ക്, യൂദാസ് കാത്തിരുന്നു ഈശോയെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഈശോനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി അവന് സമയം പാർത്തിരുന്നു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. കാത്തിരിക്കുകയാണ് നല്ല ഒരു സമയം കിട്ടാൻ. ഈ കിട്ടുന്ന സമയത്താണ് അവൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക. സിംഹം ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ പാപം പാപിയെ കാത്തിരിക്കുന്നു. നമ്മളെയൊക്കെ ഇത്തരത്തിലുള്ള പല സമയങ്ങളും കാത്തിരിക്കുന്നവരാണ് നമ്മൾ. നമ്മളെയും കാത്തിരിക്കുന്നു, നമ്മളും കാത്തിരിക്കുന്നു. സഹോദരനെ ഒറ്റിക്കൊടുക്കുവാൻ, അവനെ തകർക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മളും സമയം പാർത്ത് ഇരിക്കുന്നവരാണ്. ഇവിടെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, പാപം പാപിയെ കാത്തിരിക്കുന്നു. പാപം പാപിയെ കാത്തിരിക്കുന്നു. തിന്മ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് തിന്മയുടെ പ്രവൃത്തികൾ ചെയ്യിക്കുവാൻ സാത്താൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ തിന്മ നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയത്തെ അവൻ കാണുന്നതും ആ ഹൃദയത്തെ കൂട്ടിക്കൊണ്ടുപോയി ചെയ്യിക്കുവാൻ പറ്റുന്ന എല്ലാ തിന്മകളിലൂടെയും അവനെ നടത്തിക്കൊണ്ടു പോകുന്നതും നമ്മൾ കാണുന്നത്. ലോകം നേടാനുള്ള ഈ വ്യഗ്രതയിൽ, മനുഷ്യരുടെ ഈ ഓട്ടത്തിനിടയിൽ അവൻ ദൈവത്തെ മറക്കുകയാണ്. സനാതനമായ മൂല്യങ്ങളെ അവൻ മറക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വാക്കുകളൊക്കെ നമ്മളുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. നമ്മുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് നമ്മളുടെ വാക്കുകളൊക്കെ. യൂദാസ് യേശുവിനെ വെളിപ്പെടുത്തി. അവൻ്റെ വാക്കുകൾ അവൻ്റെ അധരത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ അവൻ വെളിപ്പെടുത്തി. 30 വെള്ളിക്കാശിന് അവൻ ഈശോയെ ഒറ്റിക്കൊടുത്തു. അവൻ വിറ്റു 30 വെള്ളിക്കാശ്. വാക്ക് ഒരു വ്യക്തിയെ വെളിപ്പെടുത്തുകയാണ്. ഇപ്പം ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരക്കം പാച്ചിലിൽ ഭൗതികതയുടെ സമ്പത്തിൻ്റെ കണക്ക് പുസ്തകം അവൻ നെഞ്ചോട് ചേർത്തപ്പോൾ യൂദാസ് ഒരു കാര്യം വിസ്മരിച്ചു. യൂദാസ് സുഗന്ധ തൈലത്തിൻ്റെ വില പോലും, നാർദീൻ സുഗന്ധ തൈലത്തിൻ്റെ വില പോലും മനസ്സിലാക്കിയവൻ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വില മനസ്സിലാക്കാൻ കാത്തു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്നത്. അവൻ്റെ സമസ്ത മേഖലകളിലും അവൻ പരാജിതനായിപ്പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ,
കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുവാനായിട്ടുള്ള വലിയ വിളിയും ദൗത്യവും നമുക്ക് കിട്ടുമ്പോൾ ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായി വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായി വിളിയാൽ നമ്മളെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധമായ ഒരു വിളി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ വിശുദ്ധമായ വിളിയിൽ നിന്നുകൊണ്ട് നിസാരമായ കാര്യലാഭ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാര കസേരകൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നവരും തള്ളിപ്പറയുന്നവരും ആയിത്തീരരുത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായി വിളിയാൽ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ദൗത്യമാണ് നമുക്ക് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം ധ്യാനകേന്ദ്രത്തിൽ വന്ന ഒരു പിതാവ്, 70 വയസ്സുള്ള ഒരു പിതാവ് സങ്കടത്തോടുകൂടി പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ വീട്ടിലായിരുന്നു. കഴിഞ്ഞ ദിവസം വഴക്ക് കൂടി കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ എന്നോട് പറഞ്ഞു, അപ്പന് ഇനി മുതൽ വേണമെങ്കിൽ അനുജൻ്റെ വീട്ടിലേക്ക് പോയി താമസിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് അപ്പന് ഇറങ്ങിപ്പോകാം. ആ വലിയൊരു മനഭാരത്തോടുകൂടെ ഇളയ മകൻ്റെ വീട്ടിൽ ചെന്ന് ഈ പിതാവ് കയറി. ഇളയ മകന് ഈ പിതാവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ച് മനസ്സിൻ്റെ വിഷമതകളൊക്കെ അകറ്റി ഒന്ന് ഫ്രീ ആകാം. അങ്ങനെ ഇളയ മകനാണ് ഈ അപ്പച്ചനെയും കൊണ്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ജീവിത സുഖത്തിന് വേണ്ടി ഇന്ന് എത്രയോ വ്യക്തികളിൽ, എത്രയോ കുടുംബങ്ങളിൽ, സംഭവങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാലുമാറ്റങ്ങളും കൂറുമാറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവെ, വിശുദ്ധമായി വിളിയാൽ നീ എന്നെ വിളിച്ചു ചേർത്തപ്പോൾ അങ്ങേ തള്ളിപ്പറയുവാൻ എന്നെ അനുവദിക്കല്ലേ, അങ്ങേ ഒറ്റിക്കൊടുക്കുവാൻ എന്നെ അനുവദിക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്ത നിർവഹണങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശ്രേഷ്ഠമായ വിളിയോട്, ഈ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയോട് നല്ല രീതിയിൽ ചേർന്ന് നിൽക്കുവാനുള്ള തീരുമാനം നമുക്കെടുക്കണം. മാത്രമല്ല, അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടുന്ന കൃപാവരത്തിൻ്റെ അഭിഷേകമായ സിംഹാസനത്തിൽ നിന്ന് നമുക്ക് ചോദിച്ച് വാങ്ങാനായിട്ടും സാധിക്കണം. പശ്ചാത്താപവും മനസാന്തരവും നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്നത് ദൈവമാണ്. നീ എന്തിനാണ് വന്നത്? നമുക്ക് ഈ തിരുവചനഭാഗം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കട്ടെ. ഈ ദിനം മുഴുവനും ഈ വചനഭാഗം നമ്മളിൽ കിടന്ന് ഫലമണിയട്ടെ. 100 മേനി ഫലം പുറത്തേക്ക് വരാൻ തക്കതുപോലെ നമ്മുടെ ഓരോ പ്രവൃത്തിക്ക് ശേഷവും, ഓരോ പ്രവൃത്തിക്ക് മുൻപും പിമ്പും യേശു നമ്മളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്തത്? നീ എന്തിനാ വന്നത്? നീ എന്താണ് പ്രവർത്തിക്കുന്നത്? ഈ വചനം അനുസരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും ബലവും കൃപയും ഉള്ളതാക്കി തീർക്കുവാൻ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ആ വലിയ തിന്മയുടെ ആ ഭാരം ഹൃദയത്തിൽ നിന്ന് ഇറക്കിവിടാനും നന്മ പ്രവർത്തിച്ച് നന്മയുള്ളവരായി ജീവിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.